ഹായ് ഓൾ, ഇന്ന് നമ്മൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ബാക്കി സെക്ഷൻസാണ് കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും നാളും കോഡിംഗ് ഡീകോഡിങ്ങിൻ്റെ സെക്ഷൻസ്, അതുപോലെ തന്നെ റീസണിങ് സീക്വൻഷ്യൽ ഓർഡറിങ്ങിൻ്റെയും അതുപോലെ തന്നെ റാങ്കിങ് എന്നുള്ളൊരു കേസും ഒക്കെ കണ്ടു. ഇന്ന് നമ്മൾ ബാക്കി റീസണിങ്ങിൻ്റെ തന്നെ ലോജിക്കൽ റീസണിങ്, അതായത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, അതായത് ഒരു ടോപ്പിക്കിൽ റീസണിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന കുറേ സബ് ഡിവിഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ ഏതൊക്കെയാണെന്നൊരു ഡൗട്ട് വരും. കാരണം ഇത്രയും നാളും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പെർട്ടിക്കുലർ റോ തന്നിട്ട് അതിൽ ഇപ്പം ഒരാളുടെ ലെഫ്റ്റ് റാങ്കും റൈറ്റ് റാങ്കും തന്നിട്ട് അങ്ങനെയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് ആ റോയിലുണ്ട്, അല്ലെങ്കിൽ അവർക്കിടയിലുണ്ട്, അല്ലെങ്കിൽ അവർ ഇൻ്റർചേഞ്ച് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊന്നും ജനറലായിട്ടൊരു ഇക്വേഷൻ നമുക്ക് പറയാൻ വളരെ പ്രയാസമാണ്. 1-2 ഇക്വേഷൻസൊക്കെ നമുക്ക് പറയാൻ പറ്റും. അത് ഓരോ ക്വസ്റ്റ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് ലെഫ്റ്റ് റാങ്കിൽ അവരെ കാണാനുള്ള പൊസിഷൻ പ്ലസ് റൈറ്റ് റാങ്കിൽ അവരെ കാണാനുള്ള പൊസിഷൻ -1, അങ്ങനെയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. ഓക്കെ, അപ്പോൾ എനിവേ കുറച്ച് കാര്യങ്ങൾ പറയാം. അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സ്വയം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടണം. അപ്പോൾ കൺസെപ്റ്റ് നമുക്ക് നോക്കാം. അതായത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ഉള്ളത്, ലീനിയർ ആൻഡ് സർക്കുലർ. അതായത് ലീനിയർ എന്ന് പറയുമ്പോൾ ലീനിയറായിട്ട്, സർക്കുലർ എന്ന് വെച്ചാൽ സർക്കുലർ അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ ലീനിയർ എന്ന് പറയുമ്പോൾ ഒരു റോയിൽ അല്ലെങ്കിൽ ഒരു കോളത്തിൽ ലീനിയറായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് എങ്ങനെയോ ആവാം. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതാണ് ലീനിയർ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതേസമയം സർക്കുലർ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ, അതായത് സർക്കുലർ ഡൈനിങ് ടേബിൾസ് ഇല്ലേടാ. പലതരത്തിലുള്ള ഡൈനിങ് ടേബിൾസ് നമ്മുടെ വീട്ടിൽ കാണും അല്ലേ. ചില വീട്ടിൽ സർക്കിളായിരിക്കും, ചിലർക്ക് റെക്റ്റാങ്കിൾ ഷേപ്പായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഒരു സർക്കുലർ ഡൈനിങ് ടേബിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്തേക്കുക, കസേര ഇടുമ്പോൾ അതൊരു സർക്കുലർ അറേഞ്ച്മെൻ്റ് ആണ്, സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കുലർ ടേബിളിന് ചുറ്റും നമ്മൾ ചെയേഴ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ അതെന്താണെങ്കിലും എന്താ പറയുക, സർക്കുലർ അറേഞ്ച്മെൻറ്റ്സ് ആണ്. അപ്പോൾ കൂടുതലായിട്ടും ഗേറ്റിനെ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് സർക്കുലറാണ് കേട്ടോ, ഗേറ്റ്. പിന്നെ CSIR ഇത് രണ്ടും നല്ല ലീനിയറിനാണ് കുറച്ചും കൂടെ പ്രാധാന്യമുള്ളതായിട്ട് കണ്ടിട്ടുള്ളത്. ഓക്കെ, എനിവേസ് നമുക്ക് മുമ്പോട്ട് പോവാം. ലീനിയർ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇനി അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലീനിയർ അറേഞ്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ നോക്കൂ, ലീനിയർ അറേഞ്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ ഇവിടെ നോക്കിക്കോ കേട്ടോ. അപ്പോൾ ലീനിയർ അറേഞ്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ ABCD ഇങ്ങനെ ABCD എന്ന് പറയുന്ന 4 പേരിങ്ങനെ ഒരു റോയിൽ ചെയർ ഇട്ടിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുക എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് എ എന്ന് പറയുന്ന ഒരാൾക്ക് ഒറ്റ ഒരു നെയ്ബറേ ഉള്ളൂ. പക്ഷെ B എന്ന് പറയുന്ന ഒരാൾക്ക് Aയും നെയ്ബറാണ്, Cയും നെയ്ബറാണ്. D എന്ന് പറയുന്ന ഒരാൾക്ക് C മാത്രമേ നെയ്ബറുള്ളൂ, പക്ഷെ Cക്ക് Dയും ഉണ്ട് Bയും ഉണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം ഈ എൻഡിലുള്ള 2 പേർക്കും ഒരു നെയ്ബേഴ്സ് വീതമേ ഉള്ളൂ. അതേസമയം നടുക്കത്തെ 2 പേർക്ക് 2 നെയ്ബേഴ്സ് വീതം ഉണ്ട്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് അവിടെ ഇരുന്നോട്ടെ. ഇനി മിസ് പറയാൻ പോകുന്നത്, ഓക്കെ, ഈ കൺസെപ്റ്റ് അവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്തത്. ഓക്കെ, ഇനി നോക്കൂ, സർക്കുലർ അറേഞ്ച്മെൻ്റ് ആണ് ഇനി നോക്കുന്നത്. നോക്കിക്കേ, ഇവിടെ മിസ് CBABCDEFGH ഇങ്ങനെ എടുക്കുമ്പോൾ നോക്കിയേടാ, C എന്ന് പറയുന്ന ആൾക്ക് 2 നെയ്ബറുണ്ട്, D എന്ന് പറയുന്ന ആൾക്ക് 2 നെയ്ബറുണ്ട്, E എന്ന് പറയുന്ന ആൾക്ക് 2 നെയ്ബറുണ്ട്, F എന്ന് പറയുന്ന ആൾക്ക് 2 നെയ്ബറുണ്ട്, G എന്ന് പറയുന്ന ആൾക്ക് 2 നെയ്ബറുണ്ട്, H എന്ന് പറയുന്ന ആൾക്ക്
2 നെയ്ബറുണ്ട്. അതുപോലെ തന്നെ എ എന്ന് പറയുന്ന ആൾക്ക് 2 നെയ്ബറുണ്ട് അല്ലേ. എയുടെ നെയ്ബർ ബി എച്ച്, സിയുടെ നെയ്ബർ ബി ഡി എ, അങ്ങനെ. അപ്പോൾ സർക്കുലറിലുള്ള അപ്പം ഓക്കെ സർക്കുലർ അതാണ്. അപ്പോൾ സർക്കുലറും ലീനിയറും വെച്ച് നോക്കുമ്പോൾ എന്താ മിസ്സ് പറയുന്നത്? നിങ്ങൾക്ക് തന്നെ ഈ കൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലേ? ലീനിയർ എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാർക്കും 2 നെയ്ബേഴ്സ് ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. പക്ഷേ സർക്കുലർ അറേഞ്ച്മെൻറ്റിൽ എല്ലാവർക്കും 2 നെയ്ബേഴ്സ് വീതം ഉണ്ടാകും. അതാണ് ഒന്നാമത്തെ കൺസെപ്റ്റ്. Okay, that everyone doesn't have 2 neighbors, only the people sitting at the middle has 2 neighbors in the case of linear arrangement. In the case of linear sitting arrangement, everyone doesn't have 2 neighbors, only the people sitting at the middle has 2 neighbors. Okay, അതേസമയം സർക്കുലർ അറേഞ്ച്മെൻറ്റിൽ everyone have 2 neighbors, എല്ലാവർക്കും 2 നെയ്ബേഴ്സ് വീതം കാണും. ഓക്കെ, അതുപോലെ തന്നെ സർക്കുലർ അറേഞ്ച്മെൻറ്റിൽ നോക്കൂ. ഓക്കെ അതുപോലെ തന്നെ സർക്കുലർ അറേഞ്ച്മെൻറ്റിൽ നോക്കൂ, ഒരാൾ ഇപ്പം ജി എ ബി ഇ എഫ് ഐ എസ് ചുമ്മാതെ എഴുതിയതാ. അപ്പോൾ ഇതിൻ്റെ കേസിൽ എല്ലാവരും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ സിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും ജി, എയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും ബി, ഇയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും എഫ്. കുറച്ചും കൂടെ വൃത്തിക്ക് കാണിക്കാം. ഓക്കെ, ഇതൊരു സർക്കിളാണ്. ഇത് മിസ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് എച്ച്. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സിയും ജിയും സി ജി എന്താണ് സിമെട്രിക്കലി ഓപ്പോസിറ്റാണ്. എയും ഇയും സിമെട്രിക്കലി ഓപ്പോസിറ്റാണ്. ബിയും തണ്ടിത് ബിയും എഫും എയും ഡിയും എയും ഡിയും അല്ലേ. ഓക്കെ, അത് ഞാൻ വരച്ചതിൻ്റെ മിസ്റ്റേക്കാണ്. എനിവേ കറക്റ്റ് വരച്ചിട്ടുണ്ടോ? യെസ്, ഞാൻ വരച്ചിട്ടുണ്ട് ഓൾറെഡി. ഇത് നോക്കി, ഞാനത് എന്താണ് ഇങ്ങനെ ഇതിൽ വരയ്ക്കുമ്പോൾ കറക്റ്റ് നമുക്ക് എന്താണ് സിമെട്രിക് അല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു ഡയമെട്രിക്കലി കിട്ടത്തില്ല. ഇങ്ങോട്ട് നോക്കിയാൽ മിസ് കറക്റ്റ് ഇപ്പോൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കിയേ, സിയും എന്തിനാണ് ഇതായിട്ട് വന്നേക്കുന്നത്? സിയും ജിയും എയും എ കറക്റ്റ് ഓപ്പോസിറ്റ് ഡി ഇ ആണ് കേട്ടോ. ഇയും നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് ആ പോയിൻ്റ് ഇട്ട് വരയ്ക്കണേ. അത് കുറച്ച് കഴിയുമ്പോൾ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. ബിയും എഫും എച്ചും ഡിയും കണ്ടോ. അപ്പം അതെല്ലാം എവരി വൺ ഹാവ് 2 നെയ്ബേഴ്സ് ഈച്ച് ഡയമെട്രിക്കലി ഓപ്പോസിറ്റുമാണ്. പക്ഷേ ഇവിടെ പീപ്പിൾ സിറ്റിംഗ് അറ്റ് ദ എൻഡ് ഹാസ് ഒൺലി, എൻഡിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു നെയ്ബറേ ഉള്ളൂ, നടുക്കിരിക്കുന്ന ആൾക്കാർക്ക് ലീനിയറിൻ്റെ കേസിൽ 2 നെയ്ബേഴ്സ് വീതം ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ കേസ് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് തന്നെ സോൾവ് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ എഴുതി അതൊന്ന് വായിക്കുക, തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോ അതായത് മുന്നിലേക്ക് വീഡിയോ പോവുക കേട്ടോ. അപ്പോൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പഠിക്കാനുള്ള ഏറ്റവും ഈസി അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേ എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ എടുക്കുക, ക്വസ്റ്റ്യൻ തനിയെ പ്രാക്ടീസ് ചെയ്യുക, ആൻഡ് ഐഡൻറ്റിഫൈ യുവർ മിസ്റ്റേക്ക്. നമ്മുടെ മിസ്റ്റേക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, എവിടെയാണ് നമുക്ക് കൂടുതൽ സമയം എടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണം ഈ റീസണിങ് എന്നൊക്കെ പറയുമ്പോഴേ പ്രത്യേകിച്ച് ഇക്വേഷനോ കാര്യമൊന്നുമില്ല, ഒരു ലോജിക്ക് വെച്ച് നമ്മളങ്ങ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത് ശരിയാകും. ഓക്കെ, അപ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് എഴുതുക കേട്ടോ. നോക്കൂ, 4 children ആർ സിറ്റിംഗ് ഇൻ എ റോ. ഓക്കെ, ഞാനിത് എഴുതി പോവാം. ഓക്കെ, ഒരു റോയാന്ന് പറഞ്ഞേക്കുന്നത്. അതിൽ 4 കുട്ടികൾ ഒരു റോയിലിരിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എ ഈസ് occupying the seat next to B. എ ഈസ് occupying the seat next to B എന്ന് വെച്ചാൽ എ എന്ന് പറയുന്നത് ബിയുടെ അടുത്ത സീറ്റിൽ തന്നെ ഇരിക്കുവാണെന്നാണ്. എ ഈസ് occupying the seat next, അതായത് ബി എവിടെയാണോ ബിയുടെ അടുത്ത് തന്നെ എ ഇരിപ്പുണ്ട്. ഓക്കെ, ബട്ട് നോട്ട് നെക്സ്റ്റ് ടു സി എന്ന് വെച്ചാൽ സി ഈ എയുടെ അടുത്ത് എവിടെയില്ല. അപ്പോൾ സി വേറെ എവിടെയോ ആണ്. ഇഫ് സി ഈസ് നോട്ട് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഡി, പക്ഷേ സിയുടെ അടുത്ത് ഏതായാലും ഡി ഇല്ല, എന്നാൽ ഞാൻ ഡീനെ ഇവിടെ ഇട്ടു. ഓക്കെ, ഹൂ ഈസ് ഓർ
ആർ ഓക്യുപ്പൈങ് സീറ്റ്സ്. ഹൂ ഈസ് ഓർ ആർ ഓക്യുപ്പൈങ് സീറ്റ് ഓർ സീറ്റ്സ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതി നോക്കട്ടെ. ഡി എ ബി സി. ഓക്കെ, മിസ്സിന് ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ കിട്ടുന്നത്. എന്താണ് നോക്കിക്കേ, എന്താ ഇപ്പം ഞാൻ ചെയ്തത്? എന്തെങ്കിലും പാടുണ്ടോ? ഒന്നും ഇതിൽ പറഞ്ഞു തരുമ്പോഴാണ് കൂടുതൽ ഇതിൽ പ്രശ്നമാകുന്നത്. അതുകൊണ്ടാണ് അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്. അതായത് നിങ്ങൾ തന്നെ നോക്കിക്കേ മക്കളെ, 4 കുട്ടികളുണ്ടായിരുന്നു, അവരൊരു റോയിലിരിക്കുന്നു. അപ്പം മിസ് എപ്പോഴും എങ്ങനെയാണ് പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോന്നും ഒന്ന് എഴുതി നോക്കുന്നതായിരിക്കും നല്ല. അതായത് ആദ്യത്തെ കേസുകളിലൊക്കെ ഇങ്ങനെ എഴുതി നോക്കുന്നതായിരിക്കും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല. പിന്നെ നമുക്ക് ആ സ്പീഡ് വന്നോളും. എ ഈസ് ഓക്യുപ്പൈങ് ദ സീറ്റ് നെക്സ്റ്റ് ടു ബി. അതായത് എ എന്ന് പറയുന്നത് ബിയുടെ അടുത്താണ് ഇരിക്കുന്നത്. ബട്ട് നോട്ട് ജസ്റ്റ് ടു സി. എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന സിയുടെ അടുത്ത് വരാൻ പാടില്ല. ഇഫ് സി ഈസ് നോട്ട് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഡി. ഇനിയും സി എന്ന് പറയുന്ന ഡിയുടെ അടുത്തുമല്ല, നോട്ട് സിറ്റിംഗ്, ഇരിക്കാൻ പാടില്ല. ഈസ് നോട്ട് സിറ്റിംഗ്, സിറ്റ് ചെയ്യുന്നില്ല. സി ഡിയുടെ അടുത്തുമല്ല ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ ബി സി ഡി എന്നുള്ളതിനെ അറേഞ്ച് ചെയ്യാനാണ് ശരിക്കും പറയുന്നത്. എ ബി സി ഡിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ എഴുതുവാണ്, എയും ബിയും ഏതായാലും അടുത്തിരുന്നിട്ടുണ്ട്. ഇനിയും സിയുടെ അടുത്ത് ഡി ഇല്ല. സി കഴിഞ്ഞിട്ട് അതായത് ആദ്യമാണ് ഡി വന്നിരിക്കുന്നത്. അപ്പോൾ സിയും ഡിയും ഏതായാലും ഒന്നിച്ചല്ല. അപ്പോൾ ആ കണ്ടീഷൻ ഓക്കെ. എയും ബിയും ഓക്കെ. ഇനി എയും സിയും ഒന്നിച്ച് വരാനും പാടില്ല, ഒന്നിച്ചുമല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതി. ഇനി ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? അതായത് നെക്സ്റ്റ് ടു ഡി, ഹൂ ഈസ് ഓക്യുപ്പൈങ്. അതായത് ഡിക്ക് നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ഇരിക്കുന്നത്? ഡിക്ക് നെക്സ്റ്റ് ആരായിരിക്കുന്നത്? എ ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഉത്തരം എ ആണ്. ഇവിടെ നമ്മളെ കുഴപ്പിക്കാൻ ബി ആൻഡ് എ എന്നൊക്കെ പറയുന്നുണ്ട്, ഇമ്പോസിബിൾ ടു ടെൽ എന്നും പറയുന്നുണ്ട്. എ ആണ് കറക്റ്റ് ഉത്തരം. മനസ്സിലായോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചേ, 4 കുട്ടികൾ ഒരു റോയിലിരിക്കുന്നു. എ എന്ന് പറയുന്നത് ബിയുടെ അപ്പുറത്താണ്. പക്ഷേ എന്താണ്, സിയുടെ അവിടെ അല്ല ബി ഇരിക്കുന്നത്. സി ഈസ് നോട്ട് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഡി. സി ഡിയുടെ അടുത്ത് ഇരുന്നില്ലെങ്കിൽ ആരായിരിക്കും ഡിയുടെ അടുത്ത് ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, മിസ്സിന് ഏതായാലും കിട്ടിയത് ഈ ഒരു രീതിയിലാണ് അല്ലേ? ഡി എ ബി സി എന്നല്ലേ കിട്ടിയേ? ഓക്കെ, ഡി എ ബി സി ഉത്തരം. ഓക്കെ, ഉത്തരം ഡി എ ബി സിയും കറക്റ്റാണ്. ഇങ്ങനെ എഴുതാം. അതായത് മിസ് നേരത്തെ പറഞ്ഞ ഡി എ ബി സി തിരിച്ച് ഇങ്ങനെ എഴുതാം. എങ്ങനെ ഓർഡറിൽ വേണമെങ്കിലും ഇരിക്കാം. എന്താണ് എഴുതാം. ഇത് ഡി ആണ്. അതായത് എയും ബിയും ഒന്നിച്ച് വന്നിട്ടുണ്ട്. വേറെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലേ? ഇതും ഡിയുടെ കൂടെ സി ഇരിക്കാൻ പാടില്ല, ബിയും എയും ഒന്നിച്ച് വരണം, എല്ലാം കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. അപ്പം ഡി എ ബി സി എന്ന് എഴുതിയാലും എന്തെഴുതിയാലും ഡിയുടെ ഇപ്പുറത്ത് ആര് തന്നെയാണ്? എ തന്നെ. ഇങ്ങനെ എഴുതിയാലും എ തന്നെ, ഇങ്ങനെ എഴുതിയാലും എ തന്നെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ എഴുതിയെടുക്കുക. എന്താണ്, പോസ് ചെയ്യുക, തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ജൂൺ CSIR നെറ്റ് ജൂൺ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എമംഗ് 5 ഗേൾസ്, തന്നെ ചെയ്യണേ. എമംഗ് 5 ഗേൾസ് സ്റ്റാൻഡിങ് സൈഡ് ബൈ സൈഡ്. അതായത് 5 കുട്ടികൾ, 5 പെൺകുട്ടികൾ എന്ത് ചെയ്യുക? സൈഡ് ബൈ സൈഡ് ഇങ്ങനെ നിൽക്കുവാണേ. ഇങ്ങനെ നിൽക്കുക. സൈഡ് ബൈ സൈഡ് എന്ന് വെച്ചാൽ സൈഡ് ബൈ സൈഡ് ഇങ്ങനെ നിൽക്കുക. ലീല ഹാസ് എക്സാക്ട്ലി 1 ഗേൾ ടു ഹെർ ലെഫ്റ്റ്. ഞാനൊന്ന് എഴുതി നോക്കട്ടെ. അതായത് ലീല ഹാസ് എക്സാക്ട്ലി 1 ഗേൾ ടു ഹെർ ലെഫ്റ്റ്. അപ്പോൾ ഓക്കെ, സോ അപ്പം ഇവിടെ എന്താ പറഞ്ഞേക്കണേ? ലീല ഹാസ് എക്സാക്ട്ലി 1 ഗേൾ. അതായത് ലീലയുടെ എന്താണ് ലെഫ്റ്റ് സൈഡിൽ ഒരു കുട്ടിയുണ്ട്, ഗേൾ, ഒരു കുട്ടി നിൽപ്പുണ്ട്. ആലീസ് ഈസ് ജസ്റ്റ് റൈറ്റ് ടു ദേവി. ഇനിയും ദേവി എവിടെയാണോ, ദേവി ഇപ്പോൾ ലെഫ്റ്റിലാണ് നിൽക്കുന്നത്, ദേവിയുടെ തൊട്ട് റൈറ്റിലാണ് ആലീസ് നിൽക്കുന്നത്. ആൻഡ് ദെയർ ആർ അറ്റ്ലീസ്റ്റ് 2 ഗേൾസ് ബിറ്റ്വീൻ രാധ ആൻഡ് അതായത് രാധയ്ക്കും സെറീനയ്ക്കും ഇടയിൽ 2 കുട്ടികൾ. അറ്റ്ലീസ്റ്റ് ഇവിടെയാണ് തെറ്റ് പറ്റുന്നത്. അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ 2 കുട്ടികളല്ല, 2 കുട്ടികളും ആകാം, അതിൽ കൂടുതലാകാം. 2 ഓർ മോർ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഏതായാലും ബിറ്റ്വീൻ എന്ന് പറഞ്ഞുകൊണ്ട് രാധേനെ ഒരു എൻഡി കൊണ്ട് നിർത്തി, സെറീനെ ഒരു എൻഡി കൊണ്ട് നിർത്തി. കാരണം അതിൻ്റെ ഇടയിൽ മോർ ദാൻ 2 കുട്ടികളിൽ കൂടുതൽ വരാം. ആകെ 5 കുട്ടികളാണ്. അതിൽ രാധയും സെറീനയും പോയി കഴിയുമ്പോൾ 3 കുട്ടികൾ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 എന്ന് വെച്ചാൽ 3 കുട്ടികളെയും വേണേൽ നമുക്കിതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് നിർത്താം. അപ്പോൾ ഇവിടെ ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലീന ഹാസ് എക്സാക്ട്ലി 1 ഗേൾ ടു ഹെർ ലെഫ്റ്റ്. അപ്പോൾ രാധ ആയിക്കോട്ടെ, ലീലേനെ ഞാനിവിടെ. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ ലീലയുടെ തൊട്ടപ്പുറത്ത് ലെഫ്റ്റിൽ ഒരു കുട്ടിയുള്ളൂ, അത് രാധയാണ്. ഇനി അടുത്തത് എന്താ?
ആലീസ് ഈസ് ജസ്റ്റ് റൈറ്റ് ടു ദേവി. അപ്പോൾ ദേവീനെ ലെഫ്റ്റിൽ കൊണ്ട് നിർത്തിയിട്ട് അപ്പുറത്ത് ആലീസിനെ നിർത്തിയാൽ പോരെ? ഇങ്ങനെ ആയിരിക്കുമോ? ഓക്കെ ഓക്കെ അപ്പം ഞാൻ എഴുതാം. എനിക്കിപ്പം മനസ്സിലായത് രാധ, സെറീന, അത് കഴിഞ്ഞിട്ട് ലീല, കാരണം ലീലയുടെ തൊട്ട് ലെഫ്റ്റിൽ ഒരു കുട്ടിയെ വരാൻ പാടുള്ളൂ. ആലീസ് ഇസ് ജസ്റ്റ് റൈറ്റ് ടു ദേവി. അപ്പോൾ ദേവി എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ തൊട്ട് റൈറ്റിലാണ് ആലീസ്. ഓക്കെ, ഇനിയും വേണമെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ, ഇസഡ്, അത് സെറീനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ബാക്കിയുള്ളവർ ഇങ്ങനെ എഴുതാമല്ലോ, സെറീനയും രാധയും ഇങ്ങനെ എഴുതാം. അപ്പം നടുക്ക് എത്ര ആരാന്ന് നോക്കിയേ, രണ്ട് പേര് വെച്ച് മാറ്റിയാൽ നടുക്ക് ആരാ നിൽക്കണത്? ദേവിയാണ് നടുക്ക്. അപ്പോൾ ഉത്തരം ദേവിയല്ലേ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ജൂൺ 2024 ക്വസ്റ്റ്യൻ ആണ് ഇത്. അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ആ മാർക്ക് നമുക്ക് കിട്ടും കേട്ടോ. പക്ഷെ ഭയങ്കര സിമ്പിളാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേടാ. ഓക്കെ, 7 കാർ, 7 കാറുകളാണ്. ദാറ്റ് ഈസ് PQRS T and V. ഓക്കെ, 7 കാറല്ലേ? ഓക്കെ 7 കാറാണ്. അതൊരു റോയിൽ ഇങ്ങനെ പാർക്ക് ചെയ്തേക്കുവാണ്. നോട്ട് നെസസറിലി, അപ്പോൾ ഈ PQRS എന്ന് നോട്ട് നെസസറിലി ഇൻ ദ സെയിം ഓർഡർ എന്ന് വെച്ചാൽ ഈ പറഞ്ഞേക്കുന്ന ഓർഡറിലാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, സെയിം ഓർഡറിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദ കാർ T and U ഷുഡ് ബി പാർക്ക്ഡ്. ഓക്കെ, ഇതെല്ലാം കണ്ടീഷൻ ഞാൻ എഴുതിക്കോട്ടെ. ഇത് കാർ T and U ഷുഡ് ബി പാർക്ക്ഡ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. അതായത് Tയും U എന്താണേലും ഒരുമിച്ചായിരിക്കും പാർക്ക് ചെയ്യേണ്ടത്. ദ കാർ S and V ഓൾസോ ഷുഡ് ബി പാർക്ക്ഡ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. എസ്സും വിയും ഒന്നിച്ച് പാർക്ക് ചെയ്യണം. വേറാസ് P and Q കാൺ ബി പാർക്ക്ഡ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. പക്ഷേ Pയുനെയും Qനെയും അടുപ്പിച്ച് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, Q and S മസ്റ്റ് ബി പാർക്ക്ഡ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. Qവും Sഉം ഒന്നിച്ച് പാർക്ക് ചെയ്യണം. ഓക്കെ, R ഈസ് പാർക്ക്ഡ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് V. അതായത് R എന്ന് പറയുന്നത് ഈസ് പാർക്ക്ഡ് ടു ഇമ്മീഡിയറ്റ് റൈറ്റ്. അതായത് R ഇവിടെ നിൽക്കുവാണെങ്കിൽ അതിനെ തൊട്ട് ഇമ്മീഡിയറ്റ് റൈറ്റിലായിരിക്കണം. ഇത് ലെഫ്റ്റ് ആണല്ലോ. ഓക്കെ, ഇമ്മീഡിയറ്റ് റൈറ്റിലായിരിക്കണം വീനെ പാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നോക്കട്ടെ. ഓക്കെ, സോ R ഈസ് പാർക്ക്ഡ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് V. അതായത് V എവിടെയാണോ അതിൻ്റെ റൈറ്റ് എന്ന് വെച്ചാൽ ഇവിടോട്ടല്ലേ, റൈറ്റിലായിരിക്കണം. ഓക്കെ, ഇത് മിസ് ഇവിടെ എഴുതാവേ. ഇങ്ങനെ ആയിരിക്കണം പാർക്ക് ചെയ്യേണ്ടത്. VR. ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം പാർക്ക് ചെയ്യേണ്ടത്. ആൻഡ് ഓക്കെ, T ഈസ് പാർക്ക്ഡ് ടു ദ ലെഫ്റ്റ് ഓഫ് U. T എന്ന് പറയുന്നത് അതായത് യുവിൻ്റെ ലെഫ്റ്റിലായിരിക്കണം T പാർക്ക് ചെയ്തേക്കുന്നത്. ബേസ്ഡ് ഓൺ ദി എബവ് സ്റ്റേറ്റ്മെൻറ്റ് ഇത് ഒൺലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. എനിവേസ് നമുക്കിതൊന്ന് കറക്റ്റായിട്ടൊന്ന് എഴുതാം അല്ലേ, കറക്റ്റായിട്ടൊന്ന് എഴുതാം. ഏതായാലും ഇവിടെ പറഞ്ഞേക്കുന്ന ഞാനൊന്ന് ആദ്യം ഇങ്ങനെ തന്നെ തുടങ്ങട്ടെ. Tനെയും Uനെയും മിസ് അടുത്ത് നിർത്തി. ഓക്കെ, അതായത് യുവിൻ്റെ ജസ്റ്റ് ലെഫ്റ്റിലായിരിക്കണം T പാർക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ നിർത്തി. അത് കഴിഞ്ഞിട്ട് Qനെയും Sനെയും ഒന്നിച്ചെഴുതാൻ പറ്റും, Vനെയും Rനെയും ഒന്നിച്ചെഴുതാൻ പറ്റും. Pനെ ഞാൻ എഴുതി. ഇനി ഞാൻ നോക്കട്ടെ, PQ ഒന്നിച്ച് വരാൻ പാടില്ല. Pയും Q ഏതായാലും ഒന്നിച്ചല്ല വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, തനിയെ എഴുതി നോക്കുക. നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾ എഴുതി നോക്കുക. കണ്ട് ഇങ്ങനെയും ഇതിനെ എഴുതാം. ഇത് സത്യം ഞാൻ പറഞ്ഞാൽ ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളെയും കൊണ്ട് പറ്റും. കാരണം എന്താണ്, നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് ബുദ്ധിയോ അങ്ങനത്തെ ഒന്നും വേണ്ട. ഇത് കുറച്ചൊന്ന് നമ്മൾ വരയ്ക്കണം. എന്താണ് ശരിക്കും നമ്മൾ മൈൻഡിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കണം. നമ്മളിൽ എന്തെങ്കിലും ഒരു എഫേർട്ട് ഇടുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഏതെങ്കിലും 3 എണ്ണമെങ്കിലും അതിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ എഴുതി അത് പ്രാക്ടീസ് ആകുക കേട്ടോ.
അപ്പോൾ ഇൻകറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഉത്തരം PTUQSVR. TUQSVR. ഇങ്ങനെ രണ്ട് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇൻകറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് നോക്കണം. ദെയർ ആർ 2 cars പാർക്ക്ഡ് ഇൻ ബിറ്റ്വീൻ Q ആൻഡ് V. ക്യൂവിനും വിക്കും ഇടയിൽ 2 കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ക്യൂവിനും വിക്കും ഇടയിൽ 2 കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആകെ ഒറ്റ കാറേ പാർക്ക് ചെയ്തിട്ടുള്ളൂ. ക്യൂവിനും വിക്കും ഇടയിൽ ആകെ ഒറ്റ ഒരു കാറല്ലേ പാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇൻകറക്റ്റ്. ദെർ ആർ 2 cars പാർക്ക്ഡ് ഇൻ ബിറ്റ്വീൻ Q ആൻഡ് V എന്നുള്ളതാണ് ഇൻകറക്റ്റ്. ബാക്കിയൊക്കെ എന്താണ്? ശരിയാണ്. Q ആൻഡ് R ആർ നോട്ട് പാർക്ക്ഡ് ടുഗദർ. Q R ഒന്നിച്ചല്ല പാർക്ക് ചെയ്തേക്കുന്നത്. ശരിയല്ലേ? Q R ഒന്നിച്ചാണോ പാർക്ക് ചെയ്തേക്കുന്നത്? Q R ഒന്നിച്ചാണോ പാർക്ക് ചെയ്തേക്കുന്നത്? അല്ല. V is the only car parked between S and R. അത് ശരിയാണ്. എസ്സിനും ആറിനും ഇടയിൽ V മാത്രമേ പാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ശരിയാണ്. ഇതും ശരിയാണ്. അപ്പോൾ ഇൻകറക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഇതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. കാർ P ഇസ് പാർക്ക്ഡ് അറ്റ് ദ എക്സ്ട്രീം എൻഡ്. ശരിയല്ലേ? എക്സ്ട്രീം ഏതെങ്കിലും ഒരു എക്സ്ട്രീം എൻഡിലാണ് പീനെ പാർക്ക് ചെയ്തേക്കുക. P എന്ന് പറയുന്ന കാർ പാർക്ക് ചെയ്തേക്കുന്നത്. ശരിയാണ്. അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ട് ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഓക്കേടാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതാണ് കേട്ടോ ഇതിൻ്റെ സൊല്യൂഷൻ. നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓക്കെ, ഇത് നവംബർ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 5 person, അതായത് 5 ആൾക്കാരുണ്ട്. ABCDE ഫോം എ ക്യൂ. അതായത് ഈ 5 പേരൊരു ക്യൂ ഫോം ചെയ്യുവാണ്. C and D are next to each other. അതായത് ഇവർ പറഞ്ഞേക്കുന്നത് ഞാനൊന്ന് എഴുതാം. സിയും ഇയും നെക്സ്റ്റ് ടു ഈച്ച് അതർ ആണ്. A has 1 person ahead of him. അതായത് A has 1 person ahead of him എന്ന് വെച്ചാൽ എക്ക് തൊട്ട് മുമ്പിലായിട്ട്. അതായത് ഇങ്ങനൊരു ലൈൻ ഫോം ചെയ്യുവാണെങ്കിൽ എ എവിടെയാണോ എക്ക് തൊട്ട് മുമ്പിലായിട്ട് ആരോ ഉണ്ട്. ഓക്കെ. എ ഹാസ് 1 person ahead of him എന്ന് വെച്ചാൽ എക്ക് ഫ്രണ്ടിലായിട്ട് ഒരാളെ ഉണ്ടെന്ന് പറഞ്ഞാൽ ലോജിക്കലി ചിന്തിച്ചേ എ രണ്ടാമതല്ലേ നിൽക്കുന്നത്. അല്ലെങ്കിൽ എ ഇപ്പോൾ 8ാമതാണ് നിൽക്കുന്നെങ്കിൽ എക്ക് ഫ്രണ്ടിൽ 7 പേര് കാണത്തില്ലേ. എക്ക് ഫ്രണ്ടിൽ ഒരാളെ ഉണ്ടെന്ന് വെച്ചാൽ എ രണ്ടാമതാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് കിട്ടി. ആൻഡ് ഹാസ് അറ്റ്ലീസ്റ്റ് 1 person separating him from. Okay, then A has 1 person ahead of him and has at least 1 person separating him from B. ഇനിയും ബിയിൽ നിന്ന്, അതായത് എയിനെയും ബിനെയും സെപ്പറേറ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഉണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരാളെന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ കാണാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് സർട്ടൻലി ട്രൂ. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്? ABCDE വരെ ആൾക്കാരുണ്ട്. എക്ക് തൊട്ട് ഫ്രണ്ടിൽ ആരെങ്കിലും വരും. ഓക്കെ, ഇപ്പം ഞാൻ പറയാണ്. എങ്ങനെ വേണേലോ ആക്കാമല്ലോ അല്ലേ? ഇക്ക് ശേഷം ഞാൻ എന്ത് ചെയ്യുവാണ്? ഇനെയും സീനെയും ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ഡീനെ നിർത്തുക. മനസ്സിലായി? അപ്പം DAECB. അപ്പോൾ എക്ക് ശേഷം 1-2 പേര് കഴിഞ്ഞിട്ടാണ് ബി. ഇവരുടെ ഇടയിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഉണ്ട്. എക്ക് മുമ്പേ ഡിയുമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് സർട്ടൻലി ട്രൂ. എ ആൻഡ് ഡി ആർ നെക്സ്റ്റ് ടു ഈച്ച് അതർ അല്ലേ? എയും ഡിയും നെക്സ്റ്റ് ടു ഈച്ച് അതർ ആയിട്ടല്ലേ വന്നേക്കുന്നത്. അപ്പോൾ അതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ. പിന്നെ ഇപ്പം നമുക്ക് വേറൊരു രീതിയിൽ എഴുതാൻ പറ്റാത്തതിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. സീനെ ഈനെ നമ്മൾ അടുപ്പിച്ച് നിർത്തണം. അപ്പോൾ DAECB എന്ന് എഴുതിയാൽ മാത്രമേ സീനെ ഈനെ നമുക്ക് അടുപ്പിച്ച് നിർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പൊസിഷൻ മൊത്തവും മാറേണ്ടി വരും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആകെ ഈ ക്വസ്റ്റ്യനിൽ നിന്നുള്ള ഇതിൽ നിന്ന് തന്നെ നമുക്കിത് എഴുതിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നോക്കിക്കേ, മനസ്സിലാവുന്നുണ്ടോ നോക്കിക്കേ. കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ. 7 person, ഇത് നവംബർ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 7 ആൾക്കാരുണ്ട്. ABCDEF and G ആർ സിറ്റിംഗ് ഇൻ എ റോ. ഓക്കെ, അവരെല്ലാം ഒരു റോയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. E and B ആർ സിറ്റിംഗ് അഡ്ജസ്റ്റൻറ്റ് ടു ഈച്ച് അതർ. അതപ്പോൾ ഇയും ബിയും അഡ്ജസ്റ്റൻ്റ് എന്ന് വെച്ചാൽ അവരൊന്നിച്ചാണ് ഇരിക്കുന്നത്. F ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ. F എന്ന് പറയുന്നത് ഡിയുടെയും ജിയുടെയും ഇടയിലാണ് F ഇരിക്കുന്നത്.
ഇഫ് സി ഈസ് സിറ്റിംഗ് 4 places ലെഫ്റ്റ് ഓഫ് എഫ്, അതായത് എഫിനെക്കാട്ടിലും നോക്കട്ടെ, എഫിനെക്കാട്ടിലും 4 places ലെഫ്റ്റ് മാറിയാണ് സി ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ബീനെ ഈനെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഏതിനു ശേഷം സി, ഇഫ് എഫ് സി ഈസ് സിറ്റിംഗ് 4, അതായത് 1 2 3, അപ്പം 4ാമതായിട്ടാണ് സി ഇരിക്കുന്നത്. ഹൂ എമംഗ് ദ ഫോളോയിങ് കാൺ ബി സിറ്റിംഗ് അറ്റ് ദ സെൻറ്റർ. അങ്ങനെയാണെങ്കിൽ ആർക്കായിരിക്കും ഇതിൻ്റെ അകത്ത് സെൻറ്ററിൽ ഇരിക്കാൻ പറ്റാത്തത്? ഇനി നമുക്ക് ബാലൻസ് ആരാ ഉള്ളത്? എയും കൂടെ ഉണ്ടോ? എ ബി സി. അപ്പോൾ എനെ ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരുത്തിക്കോട്ടെ. ഓക്കെ, എങ്ങനെയാണേലും ഇപ്പം 3 3. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആർക്കാ സത്യം പറഞ്ഞാൽ സെൻറ്ററിൽ ഇരിക്കാൻ പറ്റാത്തത്? എ ബി സി ഡി ഇ എഫ് ജി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ആർക്കാണ് സെൻറ്ററിൽ ഇരിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ എഫിനാണ്. കാരണം ഈ കണ്ടീഷൻ നോക്കിയേ, എഫ് ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ഡിക്കും ജിക്കും ഇടയിലാണ് എഫ് ഇരിക്കുന്നത്. നമ്മൾ ഏത് രീതിയിൽ അറേഞ്ച് ചെയ്താലും, അടുത്ത കേസ് നോക്കിയേ, അതായത് ഏത് രീതിയിൽ അറേഞ്ച് ചെയ്താലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, നോക്കിയേ, ഇഫ് സി ഈസ് സിറ്റിംഗ് 4 places ലെഫ്റ്റ് ഓഫ് എഫ്, അതായത് എഫിൽ നിന്ന് 4 പ്ലേസ് മാറി ബി ഇരിക്കണമെന്ന് വെച്ചാൽ എഫ് ഒരിക്കലും മിഡിലിൽ ഇരിക്കത്തില്ല. എഫിനെ മിഡിലിൽ വെച്ചാൽ 4 പ്ലേസ് കറക്റ്റ് ബീനെ ഇരുത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതിനാണ് പറയുന്നത് പ്രാക്ടീസ് ചെയ്യണം ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്ന് ഓർത്തോണം. മിഡിലിൽ അല്ലേ, മിഡിലിൽ ഇരിക്കാൻ പറ്റാത്ത ആരാന്ന് വെച്ചാൽ ഒരാളോട് കണ്ടീഷൻ പറയും, അയാളിൽ നിന്ന് 4 മാറി ഒരാളിരിക്കണം, അല്ലെങ്കിൽ അയാളിൽ നിന്ന് എത്ര മാറി ഒരാൾ ഇരിക്കണമെന്ന് പറയുമ്പോൾ ആ ആൾക്ക് മിഡിലിൽ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടും. ഇഫ് എഫ് ഈസ് സിറ്റിംഗ് ഇൻ ദ മിഡിൽ ദെൻ ദ സ്റ്റേറ്റ്മെൻറ്റ് സി ഈസ് സിറ്റിംഗ് 4 places ലെഫ്റ്റ് ഈസ് നോട്ട് വാലിഡ്. സോ എഫിന് മിഡിൽ ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വേഗം പറഞ്ഞു പോവാം കേട്ടോ, കാരണം ഇതിനധികം ടൈം കളയേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബേസ്ഡ് ഓൺ ദ ക്ലൂ വിച്ച് ഇൻ സ്റ്റേറ്റ്മെൻറ്റ് എ ടു ഡി ഗിവൺ ദ കറക്റ്റ് 3-digit നമ്പർ. അതായത് ഇത്ര സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഇതിൽ ഏതാണ് 3-digit നമ്പർ എന്ന് നമുക്ക് നോക്കണം. ഇത് ഈ ഓപ്ഷനിൽ ഏത് 3-digit നമ്പറിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നതെന്ന് നമുക്ക് നോക്കണം, അത്രയേ ഉള്ളൂ. അപ്പം ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, പോസ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. 2, അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, എന്ന് വെച്ചാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഓപ്ഷൻ അല്ല സ്റ്റേറ്റ്മെൻറ്റ്. 2 of digits are present in the number, അതായത് 3 9 5 എന്ന് പറഞ്ഞേക്കുന്ന നമ്പറിൽ ഏതോ 2 ഡിജിറ്റ് നമ്മുടെ ഒറിജിനൽ ഈ ഓപ്ഷനിലുള്ള ഏതോ ആൾക്ക് ഉണ്ട്. ബട്ട് ദേ ആർ നോട്ട് പ്ലേസ്ഡ് കറക്റ്റ്ലി. പക്ഷേ ഇവരൊരിക്കലും ഒരുപോലെ അല്ല പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മിസ് ഒന്ന് പറയട്ടെ, നിങ്ങൾ തനിയെ ഒന്ന് ചെയ്യാൻ നോക്കണം ഈ എല്ലാ ഓപ്ഷനും വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം മിസ്സ് പറയുന്നത് കേൾക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവിടെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ 2 ഡിജിറ്റ്, അതായത് ഈ 3 9 5 നിന്ന് 2 ഡിജിറ്റുകൾ നമ്മുടെ ഉത്തരത്തിലുണ്ട്. പക്ഷേ ഇവരൊന്നും ഒരേ ഓർഡറിലല്ല പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ നോക്കിയേ, ഈ ഓപ്ഷനിൽ എവിടെയെങ്കിലും 3 ഫസ്റ്റിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ഉണ്ട്, സിയും ഡിയും. അപ്പോൾ ഏതായാലും അതല്ല ഓപ്ഷൻ, കാരണം ഇതിലേതോ 2 ഉണ്ട്, പക്ഷേ അതേതായാലും ഒരേ സെയിം ഓർഡറിലല്ല പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ 3 എന്ന് പറയുന്ന സെയിം ഓർഡറിലാണ് 2ഉം പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് 2ഉം അല്ല എന്താണെങ്കിലും. ഓക്കെ, ഇനി നോക്കൂ, 9 എന്ന് വെച്ചാൽ മിഡിലാണ്, ഏതായാലും മിഡിലിൽ 9 ഒന്നും വന്നിട്ടില്ല. ഇനി നോക്കിയാൽ 5 ലാസ്റ്റിലുള്ള ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്, തേണ്ടത്. അപ്പോൾ 5 അല്ല. അപ്പോൾ ലാസ്റ്റിന് ഏതേ ഉള്ളൂ ഓപ്ഷൻ? 739. അപ്പോൾ ആൻസർ 739 ആണ്. അപ്പോൾ ഇത് ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും വലിയ ഇത് കാണുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. പക്ഷേ ഇതിനൊക്കെ ഒരു ക്വസ്റ്റ്യന് വളരെ കുറച്ച് ടൈം മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് അറിയണമെങ്കിൽ യു ഹാവ് ടു ഡൂ സം പ്രീവിയസ് ഇയേഴ്സ്, അല്ലെങ്കിൽ കുറച്ച് MCQs, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. എന്താണ് MCQ ചെയ്യാം, പ്രീവിയസ് ഇയേഴ്സ് സോൾവ് ചെയ്യാം, ഓർ എനി അതർ നമ്മുടെ CSIR അല്ലെങ്കിൽ ഗേറ്റിൻ്റെ മാത്രം ടോപ്പിക്സ് ഒന്നും അല്ല ഇത്.
എന്താണ് വേറെ ഒത്തിരി എക്സാംസിൻ്റെ കോമൺ, ഇപ്പോൾ റെയിൽവേ എക്സാംസ് ഒക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ കോമൺ ആയിട്ടുള്ള ജനറൽ ആപ്റ്റിറ്റ്യൂഡ് തന്നെയാണ് ഈ സിലബസ് ഒക്കെ തന്നെ. അപ്പോൾ അവർ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം, അവരുടെ ക്ലാസ് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ കേൾക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് മാത്രം ഒതുങ്ങി നിൽക്കാതെ കുറച്ചും കൂടെ നമുക്ക് ചെയ്യാമെന്നാണ് മിസ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഓക്കെ, ഇതും നല്ല രസമുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് 6 പേഴ്സൺസ് ഉണ്ട്, 6 പേരുണ്ട്, PQRST ആൻഡ് U. ഇവരൊരു സർക്കുലർ ടേബിളിലിരിക്കുവാണ് വിത്ത് ഈക്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നെയ്ബേഴ്സ്. അപ്പോൾ നെയ്ബേഴ്സ് തമ്മിൽ എന്താണേലും എത്ര പേരുണ്ട്? 6 പേര്. 6 പേരുണ്ട്. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ഉണ്ട് നെയ്ബേഴ്സ് തമ്മിൽ. P ഇസ് ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്. അതായത് P എന്ന് പറയുന്നത് ആറിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റാണ് P. T ആൻഡ് S ഡു നോട്ട് സിറ്റ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. അത് ടീനെ എസിനെ ഒന്നിച്ചിരുത്താൻ പാടില്ല. T ആൻഡ് R ആർ എന്താണ്? ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. അതായത് ടിയും ആറും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിരിക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പോസിബിൾ. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടോ, ഇത് February 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ഇതിനകത്ത് പോസിബിൾ അല്ലാത്ത? നോക്കാം, പോസിബിൾ അല്ലാത്ത. Q ആൻഡ് P ആർ സിറ്റിംഗ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. P ആൻഡ് Q ആർ സിറ്റിംഗ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. S ആൻഡ് T ആർ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. S ആൻഡ് Q. സത്യം പറഞ്ഞാൽ S ആൻഡ് T ആണ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഇരിക്കാൻ പറ്റാത്തത്. ടീനെയും എസ്സിനെയും ഒന്നിച്ചിരുത്താൻ പറ്റത്തില്ലെന്നുണ്ട്, പക്ഷേ ടീനെയും എസ്സിനെയും വേണമെങ്കിൽ നമുക്ക് ഡയമെട്രിക്കലി ഇരുത്താൻ പറ്റും. പക്ഷേ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ടിയും ആറും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആണെന്ന്. അതായത് ഒരു സർക്കിളിൻ്റെ കേസിൽ, ഇപ്പോൾ സർക്കിളിൻ്റെ കേസിൽ മിസ്സ് പറഞ്ഞു തന്നാൽ നോക്കിയേ, ഒരു സർക്കിള്, ഇപ്പം ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ, ഇത് എഫ് ആണെങ്കിൽ ഈ എഫിനോട് മാത്രമേ ഡയമെട്രിക് ഉള്ളൂ, എ ഇതിനോട് മാത്രമേ ഡയമെട്രിക് ഉള്ളൂ. ഇവിടെ വരുന്നത് ഇതിനോടാണ് ഡയമെട്രിക്, ഇവിടെ വരുന്നത് ഇതിനോടാണ്. അപ്പോൾ ഒരാളോട് മാത്രമേ ഡയമെട്രിക്കലായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ടിയും ആറും ഓൾറെഡി ഡയമെട്രിക്കലാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ടിയും എസ്സും അല്ലെങ്കിൽ ടിയും വേറെ ഏതൊരു നമ്പറും അല്ലെങ്കിൽ ഏതൊരു ഫാക്ടറും അല്ലെങ്കിൽ ഏതൊരു ആൽഫബറ്റും ഡയമെട്രിക്കായിട്ട് വരില്ല, അല്ലെങ്കിൽ ഏതൊരു പേഴ്സണും അവിടെ ഡയമെട്രിക്കായിട്ട് വരില്ല. കാരണം ഓൾറെഡി അതൊരു ഡയമെട്രിക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? ഓക്കെ ആണോ? ടിയും ആറും ഓൾറെഡി ആണെങ്കിൽ ഒരു സാധനം ഒരെണ്ണത്തിനോട് മാത്രമേ എന്താണ് അങ്ങനെ ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന എസ് ആൻഡ് ടി ആർ സിറ്റിംഗ് ഡയമെട്രിക് അല്ല. ഇതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നോക്കി ഞാൻ എഴുതിയിട്ടുണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ. ഇഫ് എനിത്തിങ് ഈസ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ടു അനദർ, ദാറ്റ് മീൻസ് ഈച്ച് ആർ ഓപ്പോസിറ്റ് ഓർ ഡയമെട്രിക്കൽ ടു ദാറ്റ് പാർട്ട്ണർ ഒൺലി. സോ ദാറ്റ് ഓപ്ഷൻ സി. അപ്പം ഒരാൾ എന്താണ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞാൽ അയാളോട് മാത്രമേ ഓപ്പോസിറ്റായിട്ട് അല്ലെങ്കിൽ ഡയമെട്രിക് ആയിട്ട് ഇരിക്കുകയുള്ളൂ, വേറെ ആരോടും അങ്ങനെ ഇല്ല. ഓക്കെ, ഇനി അടുത്തത് ഇതൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇത് ഇച്ചിരി ഒരു കുഴപ്പമുണ്ടോ എന്ന് ചെയ്ത് നോക്കിയിട്ട് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ആൻസർ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം, ആൻസർ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ചെയേഴ്സ് ഇൻ, ഓക്കെ, ഇതെന്ന് പറയുന്നത് ചെയേഴ്സ് ഇൻ 3 കളേഴ്സ് ആർ പ്ലേസ്ഡ് അറൗണ്ട്. ഇതിപ്പോൾ നോക്കണോ? ഇതെനിക്ക് തോന്നുന്നു ചെയേഴ്സ് ഇൻ 3 കളേഴ്സ് ആർ പ്ലേസ്ഡ് അറൗണ്ട് എ റൗണ്ട് ടേബിൾ സച്ച് ദാറ്റ്, ഓക്കെ, കളർ 2 pairs. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് കളറ് വരുന്നുണ്ടല്ലേ, കളേഴ്സും വരുന്നുണ്ട്, ചെയറുകളുടെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇത് പക്ക ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ഇതൊരു ഹൈബ്രിഡ് ക്വസ്റ്റ്യൻ ആണ്. ഹൈബ്രിഡ് ക്വസ്റ്റ്യൻ ഇൻ ദ സെൻസ് എനിക്ക് തോന്നുന്നു ചെയേഴ്സ് ഇൻ 3 കളേഴ്സ് ഒക്കെ അല്ലേ. അപ്പോൾ എന്താണ് പെർട്ടർബേഷൻ, ഓക്കെ, കോമ്പിനേഷൻസും പെർമിറ്റേഷൻസും ഒക്കെ അപ്ലൈ ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഈ സെക്ഷനിൽ ഇത് വന്നിരിക്കുന്നത്. എനിവേസ് നമുക്ക് നോക്കാം. നോക്കിക്കേ. ചെയേഴ്സ് ഇൻ 3 കളേഴ്സ് ആർ പ്ലേസ്ഡ് അറൗണ്ട് എ റൗണ്ട് ടേബിൾ സച്ച് ദാറ്റ് നോ 2 നെയ്ബറിംഗ് ചെയേഴ്സ്. ഓക്കെ, നോക്കിക്കേ. ചെയേഴ്സ് ഇൻ 3 കളേഴ്സ് ആർ പ്ലേസ്ഡ് അറൗണ്ട് എ റൗണ്ട് ടേബിൾ. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. December 2023 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതായത് 3 കളേഴ്സിലുള്ള ചെയറുകൾ നമ്മളൊരു റൗണ്ട് ടേബിളിന് ചുറ്റും ഇട്ടേക്കുവാണ്. 3 കളേഴ്സുള്ള 1 മിനിറ്റ് 3 കളേഴ്സുള്ള
ടേബിള് മൂന്ന് കളേഴ്സുള്ള ചെയർ നമ്മളൊരു റൗണ്ട് ടേബിളിന് ചുറ്റും ഇട്ടേക്കുവാണ് സച്ച് ദാറ്റ് നോ ടു നെയ്ബറിങ് ചെയേഴ്സ് ഹാവ് ദ സെയിം കളർ. അതായത് ഇപ്പം മിസ്സ് പറയാണ്, ഇവിടെ മിസ്സ് ബ്ലൂ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ അടുത്തത് ബ്ലൂ ഇടാൻ പാടില്ല, അടുത്ത വേറെ ഏതെങ്കിലും ഇപ്പം 3 കളേഴ്സായിട്ട് മിസ്സ് ബ്ലൂ, റെഡ്, ഗ്രീൻ എന്ന് വെച്ചോ. അപ്പോൾ ബ്ലൂ ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് റെഡേ ഇടാം, അല്ലെങ്കിൽ റെഡോ ഗ്രീനോ ഇടാൻ പാടുള്ളൂ, അല്ലാതെ വീണ്ടും ബ്ലൂ ഇടാൻ പാടില്ല. അതാണ് അതിൻ്റെ അർത്ഥം. സെയിം കളർ ആൻഡ് നോ 2 pairs ഓഫ് കോൺസിക്യൂട്ടീവ് ചെയേഴ്സ് ഹാവ് സെയിം കളേഴ്സ് ഇൻ ദ സെയിം ഓർഡർ. ഇതിൻ്റെ അർത്ഥം എന്താടാ? നോ 2 pairs ഓഫ് കോൺസിക്യൂട്ടീവ് ചെയേഴ്സ് ഹാവ് സെയിം കളേഴ്സ് ഇൻ ദ സെയിം ഓർഡർ എന്ന് വെച്ചാൽ ഒരാൾ ഇപ്പം നോക്കൂ, ഇവിടെ ബ്ലൂവും റെഡും ഇട്ട് കഴിഞ്ഞു. അടുത്ത കേസിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ബ്ലൂവും റെഡും ഇട്ട് കഴിഞ്ഞാൽ ഒരിടത്ത് നമ്മൾ റെഡും ബ്ലൂ ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ബ്ലൂവും റെഡും ആ സെയിം ഓർഡർ തിരിച്ചിടാൻ പറ്റില്ല. അത് ഓൾറെഡി പറ്റത്തില്ല, കാരണം 2 കളേഴ്സ് സെയിം ആയിട്ട് വരാൻ പാടില്ല. എനിവേസ് ബ്ലൂവും റെഡ് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും റെഡ് ബ്ലൂ എന്ന് പറഞ്ഞ് പോകാൻ പാടില്ല, അല്ലെങ്കിൽ വീണ്ടും ബ്ലൂ റെഡ് എന്ന് പറഞ്ഞ് അങ്ങനെ വരാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ചെയേഴ്സ് ദാറ്റ് ക്യാൻ ബി സോ പ്ലേസ്ഡ് എത്ര എണ്ണത്തെ പ്ലേസ് ചെയ്യാം? ഇപ്പോൾ നോക്കിക്കേ, റെഡിനെ പ്ലേസ് ചെയ്തു, റെഡിൻ്റെ കൂടെ ബ്ലൂവിനെ പ്ലേസ് ചെയ്തു, ബ്ലൂവിൻ്റെ കൂടെ ഗ്രീനിനെ പ്ലേസ് ചെയ്തു. അപ്പോൾ ഏതായാലും ഡിഫറെൻറ്റ് കളേഴ്സും വന്നിട്ടുണ്ട്, ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റും വന്നിട്ടുണ്ട്. ഇനി അടുത്തത് റെഡ്, ബ്ലൂവ്, ഗ്രീന് അല്ലേ? അല്ലെങ്കിൽ ഒറ്റ അറേഞ്ച്മെൻറ്റിൽ പോയാലോ? നോക്കിക്കേ, റെഡ്, ബ്ലൂവ്, പിന്നെ ഇതിനെ തന്നെ ഞാൻ എടുത്തു, റെഡ്, ഗ്രീന്, ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്തു, ബ്ലൂവ്, ഗ്രീന്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇട്ടു. അപ്പോൾ റെഡ്, ബ്ലൂവ്, റെഡ്, ഗ്രീന്, ബ്ലൂവ്, ഗ്രീന്. അങ്ങനെയാണെങ്കിൽ 1 2 3 4 5 6 അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ പോസിബിൾ. അപ്പം ഞാൻ 6 എന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് നമുക്ക് ഓൾറെഡി അപ്രോക്സിമേഷൻ, അതായത് ഇങ്ങനെ ഒരു കേസിൽ 6 ആയിരിക്കും നമുക്ക് ഹൈബ്രിഡ് കേസ് എന്നല്ല, നമുക്ക് നോർമലി നമ്മൾ ചെയ്ത പരിചയത്തിൽ നമുക്കറിയാൻ പറ്റും. അത് പല കളേഴ്സിൽ ഒരു ഹൈബ്രിഡ് ക്വസ്റ്റ്യൻസ് കളേഴ്സും അറേഞ്ച്മെൻറ്റും കൂടെ ഒന്നിച്ചാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൽ 6 ആണ് പോസിബിളായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചോണം ഈ ക്വസ്റ്റ്യൻ കേട്ടോ. കാണാതെ പഠിക്കാനല്ല മിസ്സ് പറയുന്നത്, പക്ഷെ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ 2 ഭാഗത്തു നിന്ന് ഈ റീസണിങ്ങിൻ്റെ ടൈപ്പുമാണ്, അതേസമയം കോമ്പിനേഷൻസും കയറി വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ കോമ്പിനേഷൻസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ ഈ ഒരു സെക്ഷനിൽ വന്നതാണ് കേട്ടോ. അപ്പം അത് ഒന്നെങ്കിലും എഴുതി വെച്ച് നോക്കുക, സൈഡിൽ ഇരുന്നോട്ടെ, എഴുതിയത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഈ ടോപ്പിക്കിൽ. അല്ലെങ്കിൽ നമുക്ക് കോമ്പിനേഷൻസ് നോക്കാൻ നേരം നോക്കാം കേട്ടോ. എനിവേസ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് കിട്ടിയേക്കുന്നത് CSIRൻ്റെ. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഗേറ്റിന് നമ്മൾ സർക്കുലർ ക്വസ്റ്റ്യൻസ് വേണമെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ സർക്കുലർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കണം കേട്ടോ, സമയം കിട്ടുന്നത് പോലെ ഏതെങ്കിലും. ഇപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഞാൻ തന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ വേറെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേറെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കിട്ടുന്നതാണെങ്കിൽ അതായത് യൂട്യൂബിലൊക്കെ തന്നെ നോക്കുക കേട്ടോ. ഗേറ്റിൻ്റെ പ്രിഫർ ഗേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ CSIR കൂടുതൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഗേറ്റിൻ്റെ ടോപ്പിക്സ്, അതായത് എന്താണ് ഇതിൻ്റെ പേരുണ്ടായിരുന്നു, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഫോർ ഗേറ്റ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് നോക്കുക കേട്ടോ. സമയമുണ്ടെങ്കിൽ ഞാൻ ചെയ്തിടാം, പക്ഷെ എനിക്ക് ഉറപ്പില്ല, അതാണ് പ്രശ്നം കേട്ടോ. അപ്പോൾ ഏതായാലും എൻ്റെ മക്കളൊന്ന് നോക്കണേ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ഇനി ഞാൻ മുമ്പിലേക്ക് പോകുമായിരിക്കും കേട്ടോ. സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞ് ഇനി അടുത്തടുത്ത ടോപ്പിക്സ് ഇടുമായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ബേസിക് കിട്ടിക്കഴിഞ്ഞ് ഇതിൻ്റെ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ.